ഇടുക്കി ജില്ലാ ആസ്ഥാന മേഖലയിൽ കോടിക്കണക്കിന് രൂപയുടെ വിസ തട്ടിപ്പ് നടത്തിയ പ്രതിയെ തട്ടിപ്പിനിരയായവരുടെ സഹായത്തോടെ ഇടുക്കി പോലീസ് പിടികൂടി. കോട്ടയം പുതുപ്പള്ളി സ്വദേശി പുളിക്കൽ റോയ് ജോസഫിനെയാണ് ചെറുതോണിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. ലക്സംബർഗിൽ ജോലി വാഗ്ദാനം ചെയ്ത ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിലാണ് നടപടി. യൂറോപ്യൻ രാജ്യമായ ലക്സംബർഗിൽ ജോലി വാഗ്ദാനം ചെയ്ത കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത പ്രതി ഇടുക്കിയിൽ പിടിയിലായി. കോട്ടയം പുതുപ്പള്ളി സ്വദേശി പുളിക്കൽ റോയ് ജോസഫിനെയാണ് തട്ടിപ്പിനിരയായവരുടെ സഹായത്തോടെ ഇടുക്കി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ബേക്കറി ജോലി, പാക്കിംഗ്, ഡ്രൈവിംഗ് തുടങ്ങിയ ജോലികൾ ലക്സംബർഗിൽ ലഭ്യമാക്കാമെന്ന വാഗ്ദാനത്തോടെയാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നത്. ഒരു വിസയ്ക്ക് 25 ലക്ഷം രൂപയാണ് ഇയാൾ ഈടാക്കിയിരുന്നത്. അഡ്വാൻസായി 10 ലക്ഷം രൂപ നൽകണം. പിന്നീട് നടപടികൾ പൂർത്തിയാകുമ്പോൾ 13 ലക്ഷം രൂപയും വിദേശത്തേക്ക് പോകുമ്പോൾ ബാക്കി 2 ലക്ഷം രൂപയും നൽകണമെന്ന വ്യവസ്ഥയിലാണ് പലരിൽ നിന്നും പണം വാങ്ങിയത്. പണം വാങ്ങുമ്പോൾ നോട്ടറി വക്കീൽ നൽകിയ രസീതുകളും ഇയാൾ നൽകും. 13 ലക്ഷം രൂപയുടെ ചെക്കും ഉദ്യോഗാർത്ഥികൾ നൽകണമെന്നായിരുന്നു വ്യവസ്ഥ. ഇടുക്കി മണിയാറൻകുടിയിലെ 10ഓളം പേരിൽ നിന്ന് മാത്രം 87 ലക്ഷം രൂപ ഇയാൾ തട്ടിയെടുത്തതായും പോലീസ് പറഞ്ഞു. മണിയാറൻകുടിയിലെത്തിയ ഇയാൾ 2 യുവാക്കളെ കണ്ടുമുട്ടി അവർക്ക് സൗജന്യമായി വിസ വാഗ്ദാനം ചെയ്തു. ഇവരിലൂടെ മറ്റാളുകളിൽ നിന്ന് പണം വാങ്ങുകയായിരുന്നു. വീടും സ്ഥലവും പണയം വെച്ചും സ്വർണം വിറ്റുമാണ് പലരും പണം നൽകിയത്. വിസ ലഭിക്കാതായതോടെ വഞ്ചിക്കപ്പെട്ടവർ വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ച് പരസ്പരം ബന്ധപ്പെട്ടു. ഇതിന്റെ വ്യാഴാഴ്ചകൾ ചെറുതോണിയിലെ ഒരു വക്കീൽ ഓഫീസിൽ 10 പേരിൽ നിന്ന് പണം വാങ്ങാൻ എത്തുമെന്ന വിവരം ലഭിച്ചു. തുടർന്ന് പല സ്ഥലങ്ങളിലായി കാത്തുനിന്നിരുന്ന ആളുകൾ രാവിലെ 11 മണിയോടെ ഓഫീസിലെത്തിയ പ്രതിയെ വളഞ്ഞ് തടഞ്ഞുവെച്ചു. പണം തിരികെ നൽകാൻ 1 മാസം സമയം ചോദിച്ചതോടെ പ്രശ്നം രൂക്ഷമായി. ഇതിനിടയിൽ ഡൽഹിയിലുള്ള ഇയാളുടെ ഭാര്യ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയെ വിളിച്ച് ഭർത്താവിനെ തടഞ്ഞു വെച്ചതായി അറിയിച്ചു. തുടർന്ന് പോലീസ് എത്തി റോയ് ജോസഫിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. റോയ് ജോസഫ് എന്ന് പറഞ്ഞ ആള് ഞങ്ങൾക്ക് ജോലി വാഗ്ദാനം ചെയ്ത് എൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് 3.25 ലക്ഷം രൂപ മേടിച്ചു. 3.25 ലക്ഷം രൂപ 4 മാസം കൊണ്ട് ജോലിക്ക് കയറ്റി ലക്ഷംബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജോലി മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന് പേപ്പർ വർക്കെല്ലാം ചെയ്ത് 4 മാസം കൊണ്ട് ഞങ്ങൾ കയറ്റിക്കൊണ്ട് പൊക്കോളാന്ന് പറഞ്ഞുകൊണ്ട് പൈസ മേടിച്ചത്. വ്യാഴാഴ്ച 10 ലക്ഷം രൂപ വീതം 10 പേരിൽ നിന്ന് വാങ്ങാനാണ് ഇയാൾ ചെറുതോണിയിലെത്തിയത്. എന്നാൽ വഞ്ചിക്കപ്പെട്ടവരുടെ സമയോചിത ഇടപെടലിലൂടെ 10 പേർ കൂടി തട്ടിപ്പിൽപ്പെടുന്നത് ഒഴിവായി. വലിയ വിസ തട്ടിപ്പ് സംഘത്തിലെ കണ്ണിയായിരിക്കാമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. പഞ്ചാബ്, ഡൽഹി എന്നിവിടങ്ങളിൽ ഓഫീസുണ്ടെന്ന് ഇയാൾ പറഞ്ഞിരുന്നു. മൂലമറ്റം, മണിയാറൻകുടി, കട്ടപ്പന, ഉപ്പുതറ, കോട്ടയം, മലപ്പുറം, തൊടുപുഴ, തൃശൂർ മേഖലകൾ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ഇയാൾ വിസ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് വിവരം. അറസ്റ്റിലായ പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സിറ്റി വിഷൻ, ഇടുക്കി.